എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ 3 മാസങ്ങൾക്ക് ശേഷമുള്ള സീൻ കാണിച്ചോണ്ടാ ഇവിടെ നമ്മുടെ യാങ് ആണെങ്കിൽ ഇപ്പൊ കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന് തന്നെ മനസ്സിലായിട്ടില്ല ഇതെങ്ങനെയാ സംഭവിച്ചത് എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ മിയോങ് ആണെങ്കിൽ അവളുടെ എല്ലാ പ്രശ്നങ്ങളുമായിട്ടാണ് ഈ ലോകത്തുനിന്ന് തന്നെ പോയേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ യാങ്ങിന് ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ചാനിനെയാണ്. അവനാണെങ്കിൽ ഇപ്പോൾ പുതുതായിട്ടൊരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, അവിടെയായിട്ട് അവൻ നല്ല റൈറ്റേഴ്സിനെയൊക്കെ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. അവിടെയായിട്ട് നമ്മുടെ യാങ്ങിൻ്റെ ഒരു ഫ്രണ്ട് റൈറ്റർ ഉണ്ടല്ലോ, അവൻ്റെ അടുത്ത് വന്ന് ജോലി ചെയ്യാൻ പറയുന്നത് അവൻ പറയും ഇല്ല എനിക്ക് പറ്റത്തില്ല, യാങ് ഇല്ലാത്തൊരു കമ്പനിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അങ്ങനെ നമ്മുടെ ചാനാണെങ്കിൽ യാങ്ങിനെ കോണ്ടാക്ട് ചെയ്യും. അവിടെയായിട്ട് യാങ് ആണെങ്കിൽ ചാനെടുത്ത് ചോദിക്കും അല്ല നീ എന്തുകൊണ്ടാ ജീനേനെ കോണ്ടാക്ട് ചെയ്യാഞ്ഞത് എന്ന്. അവിടെയായിട്ട് നമ്മുടെ ചാൻ പറയുന്നുണ്ട് അവൾക്ക് ഞാൻ ചിന്തിക്കാനുള്ള സമയം കൊടുത്തേക്കുക. ഇവിടെ നമ്മുടെ യാങ് പറയും അവൾക്ക് ചിന്തിക്കാനുള്ള സമയമല്ല നിന്റെ സപ്പോർട്ടാണ് ആവശ്യമെന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യാങ് ആണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാ. അവൾക്ക് എപ്പോഴും ഓർമ്മ വരുന്നത് നമ്മളുടെ മിയോങ്ങിനെയാണ്. അവനല്ലേ അവളെ എപ്പോഴും റോഡ് ക്രോസ് ചെയ്യാനൊക്കെ സഹായിക്കുന്നത്. ഇപ്പോഴും നമ്മളുടെ യാങ്ങിന് നല്ല പേടിയുണ്ട്. അവള് നമ്മളുടെ മിയോങ്ങിനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവളുടെ അനിയൻ വന്നിട്ട് ഇവളെ ക്രോസ് ചെയ്യാനൊക്കെ സഹായിക്കും. ഇവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതായത് ഇവന്റെ ചേച്ചിക്ക് ഇപ്പോൾ ഓക്കെ ആയില്ലേ. അവിടെ അവനാണെങ്കിൽ നമ്മുടെ യാങ് വാങ്ങിച്ചെടുത്ത ഷൂസൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവനും അതേപോലെ തന്നെ നമ്മുടെ യാങ്ങും യാങ്ങിന്റെ ആന്റിയൊക്കെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണ്. ഇവിടെയാണെങ്കിൽ യാങ്ങിന്റെ ആന്റിയും നമ്മളുടെ യാങ്ങിന്റെ അനിയനും ആണെങ്കിൽ മിയോങ്ങിനെ പറ്റി ഒന്നും ചോദിക്കത്തില്ല. യഥാർത്ഥത്തിൽ നമ്മളുടെ യാങ്ങിന്റെ ഫോണിന്റെ വാൾപേപ്പർ ഇപ്പോഴും അവരുടെ ഫോട്ടോ തന്നെയായിരുന്നു. അവരതിനെ പറ്റിയൊക്കെ സംസാരിക്കും. ഇവിടെ ആന്റി പറയുന്നത് തന്നെ എന്തായിരുന്നാലും അവളുടെ അടുത്ത് ഇതിനെപ്പറ്റി ചോദിച്ച് ഡിസ്റ്റർബ് ആക്കണ്ട എന്നാ. മിയോങ് ഇപ്പൊ ഏതോ ഒരു സ്റ്റേറ്റിൽ പോയേക്കുന്നതെന്നാണ് നമ്മുടെ യാങ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആന്റി പറയാൻ തുടങ്ങും ഞാൻ ഇനി തൊട്ട് കൊറിയയിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ ചാനാണെങ്കിൽ ജീനനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ നമ്മളുടെ ജീന പറയും ഞാനല്ലേ നിൻ്റെയോടെയുള്ള ആ ഒരു കോൺട്രാക്റ്റിനെ ബ്രേക്ക് ചെയ്തത്, എനിക്കിനി വീണ്ടും സൈൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന്. ഇവിടെ നമ്മളുടെ ചാൻ പറയും എനിക്ക് നന്നായിട്ടറിയാം നീ നല്ല അൺകംഫർട്ടബിൾ ആയിരിക്കും എന്ന്, എങ്കിലും നീ അതൊന്നും മൈൻഡ് ആക്കണ്ട, നീ എനിക്ക് ഒരു ചാൻസും കൂടി തരണം. എന്നാൽ ഇവിടെ ജീനയാണെങ്കിൽ അത് സൈൻ ചെയ്യാനേ റെഡി ആവത്തില്ല. നമ്മുടെ ചാൻ പറയും ഞാനിവിടെ കോൺട്രാക്റ്റ് വെച്ചിട്ട് പോവുകയാണ്, നിനക്ക് എപ്പോഴാണോ മനസ്സ് തോന്നുന്നത് ആ ഒരു ടൈമിൽ ഇത് സൈൻ ചെയ്താൽ മതി എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് വരാൻ നേരത്ത് മിയോങ്ങിന്റെ ആ ഒരു റൂം ആണെങ്കിൽ അവളുടെ വീടുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന കാണുന്നേ. അവിടെയായിട്ട് മിയോങ്ങും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് വന്ന് മിയോങ്ങിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും ഞാൻ നിന്നെ എന്ത് മിസ് ചെയ്തെന്നറിയാവോ, ഞാൻ നിന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ എന്ന്. അവിടെ നമ്മളുടെ മിയോങ് പറയും ഇത് സ്വപ്നമൊന്നും അല്ല, ഞാൻ യഥാർത്ഥത്തിൽ വന്നതാ എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് അങ്ങ് കണ്ണു തുറക്കും. അവളിപ്പോൾ സ്വപ്നം കാണുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യാങ് അവളുടെ ഒരു കൊളീഗിനെ വന്ന് മീറ്റ് ചെയ്യുന്നതാണ്. അവരടുത്ത് പറയും ഞാൻ ചാനിന്റെ കമ്പനിയിൽ ഒരു മാനേജറായിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്ന്. അവളങ്ങനെ നേരെ വരുന്നത് ചാനിന്റെ കമ്പനിയിലായിട്ടാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ ചാനും കുറച്ച് കസേരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ യാങ് ഇത് കണ്ട് ഭയങ്കര ഷോക്കാവും. അവൾ ചോദിക്കും ഇവിടെ ഇപ്പോൾ വേറെ ആരും ഇല്ലേ എന്ന്. അവിടെ നമ്മുടെ ചാൻ പറയുന്നുണ്ട് എല്ലാ കമ്പനിയുടെയും തുടക്കം ഇങ്ങനെ തന്നെ ആയിരിക്കും, പിന്നീടാണ് പതുക്കെ പതുക്കെ എല്ലാം വരുന്നത് എന്ന്. കൂട്ടത്തിൽ തന്നെ പറയും ജീനയാണെങ്കിൽ അവന്റെ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ നമ്മുടെ യാങ് നേരെ വരുന്നത് ജീനനെ കാണാൻ വേണ്ടിയിട്ടാണ്. അവളുടെ അടുത്ത് ചോദിക്കും നീ എന്തുകൊണ്ടാണ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാഞ്ഞെന്ന്. ഓൾറെഡി നമ്മുടെ ജീനയാണെങ്കിൽ അവളുടെ സ്റ്റോറിയായിട്ട് റിലേറ്റഡ് ആയിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവളിപ്പോൾ അതിന് എന്ത് എൻഡിങ് കൊടുക്കുമെന്ന് അറിയാൻ വയ്യാണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവിടെയായിട്ട് നമ്മളുടെ ജീന ഇങ്ങനെ ചോദിക്കും ഞാൻ ഇതിനൊരു സാഡ് എൻഡിങ് കൊടുത്താലോ എന്ന്. അപ്പോൾ നമ്മളുടെ യാങ് പറയും എല്ലാത്തിനും സാഡ് എൻഡിങ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്കറിയാവോ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു റൈറ്ററുണ്ട്, അവനാണെങ്കിൽ സൂപ്പറാണ്, അവൻ്റെ കയ്യിൽ എല്ലാത്തിനും നല്ല ഹാപ്പി എൻഡിങ് ആണുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യാങ് ഇവളെ നല്ലതുപോലെ മോട്ടിവേറ്റ് ചെയ്യും. അവിടെയായിട്ട് ജീനയാണെങ്കിൽ നമ്മുടെ മിയോങ്ങിനെ പറ്റി ചോദിക്കും. എന്നാൽ നമ്മളുടെ യാങ് പറയുന്നത് തന്നെ അവൻ ദൂരേക്ക് പോയിരിക്കുക ഉടനെ തന്നെ വരൂ എന്നൊക്കെയാണ്. ഇവിടെയായിട്ട് നമ്മളുടെ ജീന എടുത്ത് യാങ് പറയും നീ ആ കോൺട്രാക്റ്റിലൊന്ന് സൈൻ ചെയ്യുമെന്ന്. എന്നാൽ ഓൾറെഡി നമ്മളുടെ ജീന സൈൻ ചെയ്തൊക്കെ വെച്ചേക്കുമായിരുന്നു. ഇവിടെയായിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ പറയും എനിക്കിപ്പോൾ എന്ത് എഴുതണമെന്ന് കൂടി അറിയത്തില്ല എന്ന്. എന്നാൽ നമ്മുടെ ജീന അവൾക്ക് സജഷൻ കൊടുക്കും, അതായത് നിനക്ക് വേണമെങ്കിൽ ഡയറി എഴുതി സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ യാങ്ങിന്റെ ബ്രദറിനെയാണ്. അവനിപ്പോൾ ലീഡ് എടുത്ത് പറയും, അതായത് എൻ്റെ ചേച്ചിക്കിപ്പോൾ എല്ലാം ഓക്കെ ആയില്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുത്തെ ജോലി ഇനി കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, വേറെ എന്തെങ്കിലും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നേ എന്ന് ഇവിടെ ലീ അത് സമ്മതിച്ചു കൊടുക്കും. കൂട്ടത്തിൽ തന്നെ നമ്മളുടെ യാങ്ങിന്റെ ബ്രദർ പറയും എനിക്ക് നന്നായിട്ട് അറിയാം ജീനേനെ, എൻ്റെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്, സത്യത്തിൽ ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും നല്ലതുപോലെ സോൾവ് ആവണേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ അടി കൂടുന്നത് കാരണം നിങ്ങൾക്കിടയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും നഷ്ടപ്പെടാൻ പാടില്ല. അതായത് നമ്മളുടെ ചാനിന്റെയും ഈ ലീയുടെയും കാര്യം ഇവൻ പറയുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ലീ ആദ്യമേ തമാശയ്ക്ക് എടുക്കുന്നത്. എന്നാൽ നമ്മളുടെ യാങ്ങിന്റെ ബ്രദർ പറയും ഇല്ല ഞാനിതിപ്പോൾ പറഞ്ഞതെല്ലാം സീരിയസ് ആയിട്ടാണ് എന്ന്. അവിടെയായിട്ട് നമ്മളുടെ ചാനിനെ
കാണുന്നതും ലിയ അവന്റെ കൂടെ ഗെയിം കളിക്കാൻ പോകും. അങ്ങനെ കളിച്ച് അവസാനം നമ്മുടെ ലിയ അവിടെ ജയിക്കുന്നത്. ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം ഇവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നേ നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ റൂമിലായിട്ട് വന്നിട്ട് നമ്മുടെ മിയോങ് അവൾക്ക് പണ്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത ആ ഫ്ലവേഴ്സ് ഇല്ലേ അതെടുത്ത് വെച്ച് നോക്കുന്നയാ. അതെല്ലാം ഇപ്പോൾ ഉണങ്ങി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ യാങ് ആണെങ്കിൽ ആ പൂക്കൾക്ക് പകരമായിട്ട് അവൾ ഇന്ന് വാങ്ങിച്ച് കുറച്ച് പൂക്കളെടുത്ത് അവിടെ വയ്ക്കും. എന്നിട്ട് അവൾ വിചാരിക്കും ഈ പൂവ് എനിക്ക് മിയോങ് തന്നെയാണെന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. നീ എന്ന് എൻ്റെ അടുത്ത് തിരിച്ചു വരുന്നോ അന്ന് വരേക്കും ഞാൻ ഈ പൂക്കൾ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കാവെന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ അവിടെ ഇരുന്നിട്ട് അവളുടെ തന്നെ സ്റ്റോറി ഒരു ഡയറി പോലെ എഴുതി വെക്കുന്നതാ. അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ എന്താണോ കണ്ടത്, മിയോങ് എങ്ങനെയാണ് അവളെ മീറ്റ് ചെയ്തത്, അവളുടെ അസുഖം മാറ്റി കൊടുത്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ നോവലില് എഴുതി വെക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാ. അവിടെയായിട്ട് നമ്മളുടെ യാങ്ങിന്റെ ബ്രദർ ആണെങ്കിൽ ഇവളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും മിയോങ്ങിനെ ഞാൻ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്, അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ എന്ന്. അവിടെയായിട്ട് നമ്മളുടെ യാങ് എല്ലാവരത്തും പറയും ഓക്കെ ഞാൻ അവൻ എന്തായിരുന്നാലും വിളിക്കുമ്പോൾ പറയാം നിങ്ങളെല്ലാവരും എന്നെ തിരക്കിയെന്ന്, അവൻ കുറച്ച് ബിസിയാണ് അതുകൊണ്ട് അവൻ ഇവിടെ വരാത്തത് എന്ന് പറഞ്ഞ് നമ്മളുടെ യാങ് ആണെങ്കിൽ ഒരു എക്സ്ക്യൂസ് അങ്ങ് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് നേരെ മിയോങ്ങിന്റെ ആ ഒരു വീട്ടിലായിട്ട് വരുന്നതാണ്. അവളിപ്പോൾ അവനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയായിട്ട് എത്തുന്നതും നമ്മളുടെ യാങ് ആണെങ്കിൽ ഇവന് മെസ്സേജ് അയക്കും. അതായത് ഇന്ന് ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഡിന്നറൊക്കെ കഴിക്കാൻ പോയി, നല്ല രസമായിരുന്നു എന്ന്. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് അതായത് നമ്മളുടെ മിയോങ്ങിൻ്റെ ഫോണും അവൻ്റെ ആ വീട്ടിലായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ഓൾറെഡി നമ്മളുടെ മിയോങ് ആണെങ്കിൽ ഇവക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നീ ഓക്കെ അല്ലേ, നീ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിക്ക്. ഇതൊക്കെ കാണുന്നത് നമ്മളുടെ യാങ് ഭയങ്കര ഇമോഷണലായിട്ട് അവളുടെ ഫോണിലോട്ട് ആ മെസ്സേജ് അങ്ങ് സെൻഡ് ചെയ്യും. നമ്മുടെ യാങ് ആണെങ്കിൽ ഈ 3 മാസമായിട്ട് കറക്റ്റായിട്ട് നമ്മളുടെ മിയോങ്ങിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവളാണെങ്കിൽ അവിടുത്തെ കട്ടിലായിട്ട് കയറി കിടക്കും. അവൾക്കപ്പോൾ തോന്നുന്നത് തന്നെ മിയോങ് അവളുടെ അടുത്ത് കിടക്കുന്നു എന്നാ. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ്ങിനാണെങ്കിൽ ഭയങ്കര സങ്കടം വരും. അവൾ അവിടെ കിടന്ന് കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞ് നമ്മുടെ യാങ് ആണെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് അവിടെ നല്ലതുപോലെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇത്തവണ നമ്മളുടെ യാങ്ങിന്റെ കയ്യിലായിട്ട് കുടയുണ്ടായിരുന്നു. അവൾ കുട എടുത്തിട്ട് ബസ് സ്റ്റോപ്പിലോട്ട് ഇറങ്ങുന്നതും കറക്റ്റായിട്ട് അവിടെ നമ്മളുടെ ഗോഡസ് ഇരിക്കുന്നതാണ്. ഗോഡസ് അവിടെ നമ്മളുടെ യാങ്ങിന്റെ അടുത്ത് പറയും നിന്നെ കാരണം എനിക്കിപ്പോൾ നല്ലൊരു ലോങ് ലൈഫ് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അതിനൊരുപാട് നന്ദിയുണ്ട് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ ഗോഡസിന്റെ കയ്യിൽ ആ കുട കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് അങ്ങ് പോവും. ഗോഡസ് നേരെ ഈ കുടയായിട്ട് വരുന്നത് ആ ഗാർഡനിലായിട്ടാണ്. അവിടെയായിട്ട് നമ്മളുടെ മിയോങ് നിൽക്കുന്നുണ്ടായിരുന്നു. മിയോങ് ഗോഡസിനെ കാണുന്നതും ചോദിക്കും യാങ് ഇപ്പൊ എങ്ങനെയുണ്ട്, അവളിപ്പോ ഓക്കെ അല്ലേ എന്ന്. നമ്മളുടെ ഗോഡസ് ആണെങ്കിൽ പറയും അതെ അവളിപ്പോ കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. ഇവിടെയായിട്ട് നമ്മളുടെ മിയോങ്ങിനൊന്നും മനസ്സിലാവത്തില്ല. ഗോഡസിന്റെ കയ്യിലായിട്ട് ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവൻ ചോദിക്കും ഇതിന്റെ മീനിങ് എന്തുവാന്ന്. അപ്പൊ നമ്മുടെ ഗോഡസ് പറയും ഇപ്പോൾ നീ എൻ്റെ ഗാർഡനിലെ ബട്ടർഫ്ലൈ അല്ല എന്ന്. അപ്പൊ നമ്മളുടെ മിയോങ് ചോദിക്കും ഇതെല്ലാം നിങ്ങളുടെ ആദ്യം തൊട്ടേ ഉള്ള പ്ലാൻ ആയിരുന്നില്ലേ. അപ്പോൾ നമ്മളുടെ ഗോഡസ് പറയും ഒരിക്കലും അല്ല, ഇത് നിങ്ങൾ രണ്ടുപേരും കൂടി ആക്കി വെച്ചതാണ്. എനിക്ക് നിങ്ങളിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഇത് നിങ്ങളായിട്ട് ചൂസ് ചെയ്ത ഒരു തീരുമാനമാണ്. അതായത് നമ്മുടെ ഗോഡസ് ഇപ്പോൾ നമ്മുടെ മിയോങ്ങിനെ മനുഷ്യനാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ബസ്സിലായിട്ട് വരുന്നത് അതിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ വിചാരിക്കും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നതന്നെ നീ ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാ. ഇക്കൂട്ടത്തിൽ നിന്നിട്ട് നീ എൻ്റെ കയ്യിൽ പിടിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് അത് മിസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ യാങ് വിചാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ബസ്സാണെങ്കിൽ വേറെ ഏതോ ഒരു വണ്ടിയിൽ എന്നങ്ങ് ഇടിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് വീഴാൻ പോകുന്നേ അവിടെയായിട്ട് ഒരാൾ വന്നിട്ട് നമ്മുടെ യാങ്ങിൻ്റെ കയ്യിലായിട്ട് കയറി പിടിക്കും. അത് വേറെ ആരുമല്ല നമ്മളുടെ മിയോങ് തന്നെയായിരുന്നു. ഇവനെ കാണുന്നേ നമ്മുടെ യാങ് ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോകും. മിയോങ് അവിടെ പറയുന്നത് തന്നെ എൻ്റെ കയ്യിൽ കുടയുണ്ട്, പുറത്ത് മഴ പെയ്യുമല്ലേ, നമുക്ക് ഒരുമിച്ച് പോവാമെന്ന്. ഇവിടെ നമ്മളുടെ യാങ്ങിൻ്റെ ഷോക്കിങ് ഇതുവരെ മാറിയിട്ടില്ലായിരുന്നു. പുറത്തിറങ്ങുന്നത് നമ്മളുടെ മിയോങ് ആണെങ്കിൽ പറയും എനിക്കിപ്പോൾ മഴ നിർത്താനൊന്നും പറ്റത്തില്ല, ഞാനും ഇപ്പോൾ നിങ്ങളെ പോലൊരു മനുഷ്യനായിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ കുടയും കൊണ്ടാണ് വന്നിരിക്കുന്നത്, അങ്ങനെ വെറുതെ നനയാൻ പറ്റത്തില്ലല്ലോ. യാങ് ആണെങ്കിൽ ഇതൊട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. അവള് പെട്ടെന്ന് തന്നെ സന്തോഷം കൊണ്ട് അവനെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്ന രണ്ടുപേരും ആ വീട്ടിലായിട്ട് വരുന്നതാണ്. അവിടെ ഇപ്പോഴും നമ്മളുടെ യാങ്ങിന് വിശ്വാസമേ ആയിട്ടില്ല. അവള് ചോദിക്കും നീയാണെങ്കിൽ ഇപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ വന്നേക്കുവാണോ, നീ യഥാർത്ഥത്തെയാണോ? അപ്പോൾ നമ്മളുടെ മിയോങ് പറയും പിന്നില്ലേ, ഞാൻ യഥാർത്ഥത്തെയാണ്. ഞാൻ ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഒരു മനുഷ്യനായിട്ടാണ് നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ യാങ് ചോദിക്കും നീ ഇത്രയും നാൾ എവിടെ ആയിരുന്നു എന്ന്. അപ്പോൾ നമ്മളുടെ മിയോങ് പറയും അവൻ ഗോഡസിന്റെ ഗാർഡനിലായിരുന്നു. ഉടനെ തന്നെ നമ്മളുടെ യാങ് പറയും നീ ഒരു മനുഷ്യനായിട്ട് തിരിച്ചു വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നേനെ എന്ന്. ഇനിയിപ്പോൾ നീ ഇവിടെ ഉള്ള സാധനം വെച്ചിട്ട് എന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മളുടെ മിയോങ് പറയും എനിക്കിപ്പോൾ ഒരുമാതിരി തോന്നുവാണ്, എനിക്കിപ്പോൾ വിശക്കുന്നുണ്ട്, ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഇത്രയും നാൾ മനുഷ്യനായിരുന്നില്ലല്ലോ. അവിടെയായിട്ട് നമ്മളുടെ യാങ്ങിന് ഇപ്പോഴും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. മിയോങ് പറയും ഞാനും ഒട്ടും വിചാരിച്ചില്ല ഞാനൊരു മനുഷ്യനായിട്ട് തിരിച്ചു വരുമെന്ന്. ഞാൻ യഥാർത്ഥത്തിൽ എനിക്കൊരു അവസാനം സംഭവിച്ചു എന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന
രണ്ടുപേരോട് കയറി കിടക്കുന്നതാണ്. അവിടെ നമ്മളുടെ യാങ് ആണെങ്കിൽ ഇപ്പോഴും അവനെ നോക്കിക്കൊണ്ടിരിക്കുക. അവൾക്ക് ഇപ്പോഴും ഇതൊരു റിയാലിറ്റിയാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ അവനെ കെട്ടിപ്പിടിച്ചു കിടക്കും. അവൾ വിചാരിക്കുന്നതേ ഇത് സ്വപ്നമാവല്ലേ, രാവിലെ എഴുന്നേൽക്കുമ്പോഴും അവൻ കൂടെ കാണണേ എന്നൊക്കെയാണ്. രാവിലെ എണീക്കുന്നതും നമ്മളുടെ മിയോങ് അവിടെ ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ യാങ് ഭയങ്കരമായിട്ട് അങ്ങ് പേടിച്ചു. അവൾ പുറത്തു വന്ന് നോക്കുമ്പോൾ പുറത്ത് നമ്മളുടെ മിയോങ് നിൽക്കുമായിരുന്നു. ഇവനെ കാണുന്നേ നമ്മുടെ യാങ് വന്ന് അവനെ അങ്ങ് കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ മിയോങ്ങിനെയും കൊണ്ട് അവളുടെ ഒരു കമ്പനിയിലായിട്ട് വരുന്നതാണ്. അവിടെ നമ്മളുടെ ചാൻ പറയും നിനക്ക് നിന്റെ ബോയ് ഫ്രണ്ടിനെ ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ നമ്മളുടെ യാങ് പറയും അവന് വേറെ ഫ്രണ്ട്സ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നേന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ലീ ആണെങ്കിൽ ചാനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ചാൻ പറയും ഞാൻ ഭയങ്കര ബിസിയാണ്, നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ലീക്കാണെങ്കിൽ ഒരു ട്രീ അവൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് പറയും ഇതിനെ നീ നല്ലതുപോലെ വളർത്തണം എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മളുടെ യാങ്ങും മിയോങ്ങും കൂടി കാറിൽ യാത്ര ചെയ്യുന്നതാണ്. അവിടെ നമ്മളുടെ യാങ്ങിന്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് ഇവൾ എങ്ങനെ ഇവളുടെ ബ്രദറിന്റെ മുമ്പിൽ ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ എന്ന. എന്താന്ന് വെച്ചാൽ നമ്മളുടെ മിയോങ്ങിന്റെ ലുക്ക് ഇപ്പോൾ ഒറിജിനൽ ലുക്ക് തന്നെ അല്ലേ, അവനെ അതുകൊണ്ട് ഇവളുടെ അനിയന് തിരിച്ചറിയുമെന്ന് എന്താ ഉറപ്പ്. അവിടെയായിട്ട് നമ്മളുടെ മിയോങ് പറയാൻ തുടങ്ങും നീ ഒരു കാര്യം ചെയ്യും, നിന്റെ പുതിയ ബോയ് ഫ്രണ്ട് ആണെന്ന് പറ, പ്രശ്നം തീർന്നില്ലേ. അങ്ങനെ അവിടെയായിട്ട് മിയോങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നത് നമ്മളുടെ യാങ്ങിന്റെ ബ്രദർ മിയോങ്ങിനെ പഴയതുപോലെ തന്നെ ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ യാങ് ചോദിക്കും നിനക്ക് ഇവനെ കണ്ടിട്ട് വ്യത്യാസമൊന്നും തോന്നുന്നില്ലേ എന്ന്. അപ്പോൾ അവൻ പറയും എനിക്ക് പഴയതുപോലെ തന്നെ ആയിരിക്കുന്നേ. അവിടെയായിട്ട് നമുക്ക് മനസ്സിലാവും, അതായത് യാങ്ങിന്റെ ബ്രദറിനാണെങ്കിൽ മിയോങ്ങിനെ പണ്ട് എങ്ങനെയാണോ കണ്ടുകൊണ്ടിരുന്ന അതേ ലുക്കിൽ തന്നെ കാണുന്നത്. അവിടെയായിട്ട് നമ്മളുടെ യാങ്ങിന്റെ അനിയനാണെങ്കിൽ ഫോട്ടോ എടുത്ത് കാണിക്കും. അപ്പോഴാണ് ഷോക്കിംഗ്, അതായത് നമ്മളുടെ മിയോങ്ങിന്റെ യഥാർത്ഥ ലുക്ക് എങ്ങനെയാണോ അതേ ലുക്കിലുള്ള ഫോട്ടോയാണ് ഇപ്പൊ അവന്റെ ഫോണിലുള്ളത്. അതായത് ഇതിന്റെ എല്ലാം പിന്നിൽ നമ്മുടെ ഗോഡസ് ആയിരുന്നു. അവളാണ് ഇതിനെല്ലാം ഇപ്പൊ കറക്റ്റ് ആക്കി വിട്ടേക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഗോഡസ് ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്, അവളിപ്പോ സ്കൂളിലും പോകാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ മിയോങ്ങും യാങ്ങും കൂടി ചേർന്നിട്ട് ആ റൈറ്റർ ആയിട്ടുള്ള ചെറുക്കനില്ലേ അവനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെ ഈ ചെറുക്കനാണെങ്കിൽ നമ്മളുടെ മിയോങ്ങിനെ കാണുന്ന ഭയങ്കര ജലസ് ഫീൽ ചെയ്യും. അതായത് നമ്മുടെ യാങ്ങിന്റെ ബോയ് ഫ്രണ്ട് ആയതുകൊണ്ട് ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് അടികൂടെയൊക്കെ ചെയ്യും. നമ്മളുടെ യാങ് ആണെങ്കിൽ ഇവന് വേണ്ടിയിട്ട് ജ്യൂസ് എടുക്കാൻ പോകുന്നതും നമ്മളുടെ മിയോങ് അവൻ്റെ അടുത്ത് പറയും എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് എൻ്റെ യാങ്ങിനെ ഇഷ്ടവാ എന്ന്. ഇവിടെ ഈ ചെറുക്കൻ പറയുന്നത് തന്നെ നീ ഒരുപാട് സന്തോഷിക്കൊന്നും വേണ്ട, നിങ്ങൾ എപ്പം വേണമെങ്കിലും ബ്രേക്കപ്പ് ആവും, അത് ഓർത്തോ. ഇത് കേൾക്കുന്നേ മിയോങ് പറയും ഞങ്ങൾ ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോവുക എന്ന്. എനിക്ക് നന്നായിട്ടറിയാം നിനക്ക് അവളെ ഇഷ്ടവാ എന്ന്. അപ്പോൾ അവൻ ചോദിക്കുക അത് നിനക്ക് എങ്ങനെ മനസ്സിലായി. ഇവിടെ നമ്മുടെ ഈ റൈറ്റർ ഇറക്കം ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മിയോങ് പറയും അത് നിന്നെ ആദ്യമേ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, ഇവള് നിന്നെ കൺവീൻസ് ആക്കാൻ വന്നപ്പോഴേ, അതുകൊണ്ട് തന്നെ ഞാൻ അവളുടെ അടുത്ത് വല്ലതും തുറന്ന് പറയണോ. പെട്ടെന്ന് തന്നെ നമ്മുടെ യാങ് വരുന്നത് ഇവൻ പറയും ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ചാടി എങ്ങ് എഴുന്നേക്കും. എന്നാൽ നമ്മളുടെ യാങ് അവൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യും പ്ലീസ് നീ ഇവിടുന്ന് പോവല്ലേ, എനിക്കൊരു ഹെൽപ്പ് വേണോ എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ യൂട്രസിൽ ക്യാൻസർ ഉള്ള ഒരു റൈറ്റർ പെണ്ണില്ലേ അവളിവിടെ വരുന്നുണ്ടായിരുന്നു. അവൾ ഇവന്റെ ഭയങ്കര ഫാനാണ്. അവളുമായിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാനാണ് നമ്മളുടെ യാങ് ഇവന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യാങ് അവളുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ യാങ്ങിന്റെ അനിയൻ പറയാൻ തുടങ്ങും ഇനി മുതൽ ഞാൻ ആ കഫേയിൽ വർക്ക് ചെയ്യത്തില്ല, ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. ഇവിടെയായിട്ട് നമ്മളുടെ യാങ്ങിന്റെ ആന്റി പറയാൻ തുടങ്ങും ഞാൻ എന്തായിരുന്നാലും നിന്റെ കല്യാണം കഴിയുന്നവരെ നിന്റെ കൂടെ നിൽക്കാമെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് ആണെങ്കിൽ പറയാം അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ യാങ്ങിന്റെ ആന്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് മിയോങ് അമേരിക്കയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത് എന്ന്. അപ്പോൾ അവർ ചോദിക്കും അല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എവിടെ ജീവിക്കാനാ പ്ലാൻ. അപ്പോൾ നമ്മളുടെ മിയോങ് പറയും എനിക്കിവിടെ സ്വന്തമായിട്ടൊരു വീടുണ്ട്, അതൊരു വലിയ വീടാണ്. ഇവിടെ നമ്മളുടെ ആന്റിയുടെ എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഇവൻ ക്ലിയർ ആക്കി കൊടുക്കും. അപ്പോൾ ആന്റി ചോദിക്കും നീ ഇപ്പൊ എവിടാ വർക്ക് ചെയ്യുന്നത് എന്ന്. മിയോങ് പറയും ഞാൻ പഴയ കമ്പനി തന്നെ വർക്ക് ചെയ്യുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ്ങിന്റെ കണ്ണൊന്ന് തള്ളും. എന്താന്ന് വെച്ചാൽ അവൻ മുമ്പ് ഒരു ഡൂമായിരുന്നില്ലേ, അവൻ വീണ്ടും ആ ജോലിയിൽ തന്നെ തിരിച്ചു പോവുകയാണോ എന്ന് ആലോചിച്ചിട്ട്. എന്നാ നമ്മളുടെ മിയോങ് യഥാർത്ഥത്തിലൊരു ഡോക്ടറായിരുന്നു. അവന് ഹോസ്പിറ്റലിൽ തന്നെ ജോലിയും സെറ്റാവും. അവനിപ്പോ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ യാങ് അവനെ കാണാൻ വേണ്ടിയിട്ട് വരും. മിയോങ് ആണെങ്കിൽ നമ്മളുടെ യാങ് അവന് ആദ്യമേ എന്ത് പേരാണോ കൊടുത്തത് അതേ പേര് തന്നെയാണ് അവന്റെ കോട്ടിൽ വെച്ചേക്കുന്നത്. അപ്പൊ നമ്മളുടെ യാങ് അവിടെ പറയാൻ തുടങ്ങും അന്നേ എനിക്ക് നീ ഒരു മനുഷ്യനാവോ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് കൂളായിട്ടുള്ളൊരു പേര് വെച്ചേനെ എന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളുടെ യാങ്ങും മിയോങ്ങും കൂടി ചേർന്നിട്ട് മിയോങ്ങിന്റെ അവസാന ദിവസം ഇവർ രണ്ടുപേരുടെ ഒരു ഡെസ്റ്റിനേഷനിൽ വന്നിട്ടില്ലായിരുന്നോ അതേ സ്ഥലത്ത് തന്നെ വരുന്നതാണ്. അവിടെ എത്തുന്നത് നമ്മളുടെ മിയോങ്ങിന് ഭയങ്കര സന്തോഷവും. അവരവിടെ നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ തുടങ്ങും. അവിടെയായിട്ട് നമ്മളുടെ യാങ് ആണെങ്കിൽ ചോദിക്കും അല്ല ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് നിന്റെ വീട്ടിൽ പോയായിരുന്നു, ആ സമയത്ത് എനിക്കവിടെ നിന്റെ ഫോൺ കിട്ടി, അതിൽ നീ എനിക്ക് വേണ്ടിയിട്ടൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളുടെ മിയോങ് പറയും അത് ഞാൻ പോയതിനു ശേഷം എൻ്റെ ഫോൺ ഇത്രയും നാളെ സൂക്ഷിച്ചിരുന്നത് ഗോഡസ് ആണെന്ന് എനിക്ക്
തോന്നുന്നത്, അതുകൊണ്ടാണ് അത് പിന്നീട് നിന്റെ കയ്യിൽ കിട്ടിയത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജീനേനെയും ചാനിനെയാണ്. അവിടെ നമ്മളുടെ ജീനയുടെ നോവലാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് 10 റാങ്ക് ആയിട്ടുണ്ടായിരുന്നു. അവളിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അവൾ നമ്മുടെ ചാനിൻ്റെ കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ വരും. എന്നിട്ട് അവൾ പറയുന്നത് മൊത്തം നോവലിനെ പറ്റിയിട്ടാ. ഇവളുടെ വാടപ്പിക്കാൻ വേണ്ടിയിട്ട് ചാൻ അവൾക്കൊരു കിസ് അങ്ങ് കൊടുക്കും. അത് കാരണം നമ്മളുടെ ജീന എങ്ങും മിണ്ടാതിരിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ യാങ്ങും മിയോങ്ങും കൂടി വീട്ടിൽ വരുന്നതാ. അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആൻറ്റി ആണെങ്കിൽ ഒരുപാട് കിംച്ചിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം നമ്മളുടെ യാങ് ചോദിക്കും എന്തിനാ ഇത്രയും കിംച്ചി എന്ന്. അപ്പോൾ ആൻറ്റി പറയും കുറച്ച് ഗസ്റ്റ് ഒക്കെ ഇവിടെ വരാനുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കുന്നേ എന്ന്. അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ജീനയും ചാനും വരും. അവരിപ്പോൾ ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മളുടെ യാങ് ഭയങ്കര ഷോക്കായിട്ട് നോക്കി നിൽക്കും. പിന്നീട് കാണിക്കുന്നേ ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നല്ലതുപോലെ എൻജോയ് ചെയ്ത് കിംച്ചിയൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിക്കുന്നതാണ്. അവിടെയായിട്ട് ജീനയും ചാനും കൂടി പുറത്തിറങ്ങി നടക്കുന്നത്. നമ്മുടെ ജീന ചാനെടുത്ത് ചോദിക്കും നിന്റെ ഫസ്റ്റ് ലവ് ഏതാ എന്ന്. അപ്പൊ നമ്മുടെ ചാൻ പറയും അത് വേറെ ആരുമല്ല, നീ തന്നെയാണ്, നിന്നെയാണ് ഞാൻ ആദ്യമായിട്ട് കിസ് ചെയ്തത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ മിയോങ് ആണെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങി അവന്റെ വീട്ടിലായിട്ട് വരുന്നതും നമ്മളുടെ യാങ് അവനെ വിളിച്ചിട്ട് ചോദിക്കുന്നതാ. അതായത് ഞാനാണെങ്കിൽ ഇപ്പൊ എന്റെ നോവൽ എഴുതിക്കൊണ്ടിരിക്കുക, നമ്മൾക്കിടയിൽ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടില്ലേ, നിനക്ക് അതിനെ പറ്റിയൊക്കെ പറയാൻ പറ്റുമോ എന്ന്. അവള് ചോദിക്കും നീ എന്നെ ഫസ്റ്റ് ടൈം ഹോസ്പിറ്റലിൽ കണ്ടപ്പോൾ എന്തിനാ കെട്ടിപ്പിടിച്ചത്, അപ്പൊ നിന്റെ മൈൻഡിൽ എന്തായിരുന്നു, അതേപോലെ തന്നെ നീ എന്നെ കൺഫസ് ചെയ്യാൻ വന്നപ്പോൾ നിന്റെ മൈൻഡിൽ എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കും. അവിടെ നമ്മളുടെ മിയോങ് പറയുന്നുണ്ട് നിന്റെ അടുത്ത് കൺഫസ് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് നമ്മളുടെ കോൺട്രാക്ട് തീർന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നീട് നിന്നെ എന്ത് കാര്യത്തിൽ മീറ്റ് ചെയ്യൂ എന്നായിരുന്നു എന്ന്. ഇവിടെ ഇതൊക്കെ കേൾക്കുന്നത് നമ്മളുടെ യാങ്ങിന് നല്ല സന്തോഷമാവും. അവളാണെങ്കിൽ അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ മിയോങ്ങിനെയാണ്. അവൻ്റെ ഹോസ്പിറ്റലിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരാൻ നേരത്ത് ഒരാളാണെങ്കിൽ ഇവൻ്റെ അടുത്ത് വന്നിട്ട് പറയും നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട്, നിങ്ങളെ കാണുവാണ് എൻ്റെ വൈഫ് രക്ഷപ്പെട്ടത് എന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ മിയോങ് ആയിരുന്നു അയാളുടെ വൈഫിൻ്റെ ഡെലിവറി ചെയ്തത്. അവിടെയായിട്ട് അയാൾ പറയും നിങ്ങളുടെ കോട്ടിലെ പേര് കണ്ടിട്ട് എൻ്റെ വൈഫാണെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിന് നിങ്ങളുടെ പേര് തന്നെ വെച്ചേക്കുന്നത്. ഇത് കേൾക്കുന്നേ നമ്മളുടെ മിയോങ്ങിന് ഭയങ്കര സന്തോഷമാവും. എന്താണെന്ന് വെച്ചാൽ അവൻ ആദ്യമായിട്ടാണല്ലോ ഒരാളുടെ ലൈഫ് തന്നെ രക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ യാങ് ആണെങ്കിൽ അവളുടെ കമ്പനിയിലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാൻ പറയും നീ ഡൂ മറ്റ് യുവർ സർവീസ് എന്ന് പറഞ്ഞ ആ ഒരു നോവൽ വായിച്ചായിരുന്നോ, അത് ഭയങ്കര രസമുള്ളതാണ്, എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഞാൻ ആഗ്രഹിക്കുന്നതിന് ആ ഒരു റൈറ്ററിനെ നമ്മളുടെ കമ്പനിയിൽ ഹയർ ചെയ്യണമെന്നാ. യഥാർത്ഥത്തിൽ ഈ ഒരു നോവൽ എഴുതിയ വേറെ ആരുമല്ല നമ്മുടെ യാങ് തന്നെ ആയിരുന്നു. അവൾ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഷോക്കായി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അങ്ങ് എസ്കേപ്പായി പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യാങ്ങും മിയോങ്ങും കൂടി ഒരുമിച്ച് നടക്കുന്നതാ. അവരാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. രണ്ടുപേരും അവരുടെ ലൈഫ് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഇവർ രണ്ടുപേരും കൂടി ഒരു നക്ഷത്രം ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കാണും. പെട്ടെന്ന് തന്നെ രണ്ടുപേരും ഒരു വിഷ് ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങും. അവിടെയായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും നീ എന്ത് വിഷാ ചെയ്തതെന്ന്. എന്നാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വിഷാണെന്ന് പറയാൻ റെഡി ആയിരുന്നില്ല. എന്നാൽ അവസാനം നമ്മളുടെ മിയോങ് ആണെങ്കിൽ അവൻ എന്ത് വിഷാ ചെയ്തതെന്ന് യാങ്ങിൻ്റെ അടുത്ത് തുറന്നു പറയും. അതായത് അവൻ ആഗ്രഹിച്ചത് തന്നെ അവരുടെ രണ്ടുപേരുടെയും കല്യാണം എത്രയും പെട്ടെന്ന് നടക്കണേ എന്നായിരുന്നു. ഈ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടിയാണ് കേട്ടോ നമ്മുടെ ഡൂ മറ്റ് യുവർ സർവീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കിടിലൻ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഡ്രാമയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതും ഭയങ്കര റിയാലിറ്റി ആയിട്ട് കണക്റ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ വരും. എന്നാൽ നമ്മളുടെ ലൈഫ് അവസാനിക്കാൻ പോകുന്നു എന്നെത്തുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് നമ്മളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്ന് മനസ്സിലാവത്തുള്ളൂ. അതിനെ നല്ല ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും നമ്മളുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിൽ കാണിക്കുന്ന ഒരു ഡ്രാമയല്ലേ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ഡ്രാമ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഫേവറേറ്റ് ക്യാരക്ടറിനെയും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു കിടിലൻ ഡ്രാമയായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.